രാവിലെ 6:30 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. സ്കൂളിൽ പോകുന്നതിന് മുൻപേ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ഈ കായലോരത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഫിദ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് കായലിലേക്ക് ഇറങ്ങിയത്. അതായത് ഈ കാണുന്നതാണ് വീടെന്ന് പറയുന്നത്, ആ ഇളം പച്ച നിറത്തിലുള്ളത്. അവിടുന്ന് ഒരു 100 മീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ ഈ നെട്ടൂർ കുമ്പളം കായലിലേക്ക്. വേസ്റ്റ് ഇവിടെ നിക്ഷേപിച്ചതിന് ശേഷം തൊട്ടിപ്പുറത്ത് ഈ കൽപ്പടുകൾക്ക് അടുത്തേക്ക് വന്ന് കായലിലേക്ക് ഇറങ്ങി. അമ്മയുടെ കൺമുന്നിലാണ് ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടുന്ന് എറിയുന്നതിന് പരമായിട്ട് കുറച്ചും കൂടെ നടന്നങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഉമ്മ ഇങ്ങനെ നോക്കിക്കുന്ന വഴി കുട്ടി അങ്ങോട്ട് നടന്ന് പെട്ടെന്ന് അങ്ങോട്ട് വീണാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഉമ്മ ഇറങ്ങി, വാപ്പ ഓടി വന്നിട്ട് വാപ്പ ഇറങ്ങി. റബീന്ദ്രൻ ഇവിടെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു, പുള്ളി ഇറങ്ങി. പിന്നെ ഇവിടെ കുറച്ച് വലയുടെ മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു. നല്ല കുത്തനെയുള്ള വെയിൽ ഇറക്കുമായിരുന്നു ഈ സമയത്ത്. കടലിലേക്ക് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ സംഭവിച്ചത്. അതുപോലെ പ്രദേശത്ത് മൊത്തത്തിൽ ചെളി ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളും ഒക്കെ വള്ളങ്ങളും ഡെങ്കി ബോട്ടും ഒക്കെയായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി എങ്കിൽ തന്നെ ഫിദയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവിടെ നിന്ന് വേസ്റ്റ് കായലിലേക്ക് എറിയുന്നു. ഫുഡ് വേസ്റ്റ് ആണ്, അത് കായലിലേക്ക് എറിയുന്നു. അത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരുടെ ഉമ്മ പറഞ്ഞു, ഉമ്മ ഏതാണ്ട് പുറകെ വരണമായിരുന്നു. അങ്ങനെ നീ എന്താ വെള്ളത്തിൽ ഇറങ്ങില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി വീണു. പക്ഷേ ചവിട്ടുന്തോറും ചെളിയിലേക്ക് അങ്ങോട്ടും മാറിപ്പോയി. കുട്ടിയുടെ പേര് വിളിച്ചിട്ടാണ് വാപ്പ പോണത്. വാപ്പക്ക് അവിടം വരെ പോയിട്ട് വാപ്പ ഇങ്ങോട്ട്, പക്ഷെ വെള്ളം നല്ല വലിവെന്ന് പറഞ്ഞാൽ അടിവലും മേൽവലും. എൻ്റെ മകൻ പോയി ആ മൂല വരെ ചെന്നു, പക്ഷെ നിൽക്കാൻ പറ്റില്ല, അവൻ കയറിപ്പോയി. നിലമ്പൂർ സ്വദേശിയാണ് ഇവരെന്ന് പറയുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ കൊച്ചിയിൽ എത്തിയവരാണ്. ഇപ്പോൾ പക്ഷേ ഒരു 1.5 മാസമേ ആയുള്ളൂ ഈ വീട്ടിലേക്ക് താമസമായി എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പുഴയെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരിക്കാം. പുഴയുടെ ആഴം അല്ലെങ്കിൽ ചെളി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലായിരിക്കാം. നിലവിൽ വെള്ളത്തിൻ്റെ അളവ് താഴ്ന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ഫിദയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.